മുത്തശ്ശി, കുഞ്ഞികൃഷ്ണ അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അമ്മാവനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടാതിരിക്കില്ല. എന്റെ ദൈവമേ, ഇതുപോലൊരു അഗ്നി പരീക്ഷണം ഈ അടുത്ത സമയത്തൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. മൂകാംബിക വെച്ച് ശബ്ദം പോയപ്പോ പോലും ഞാൻ ഇത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇത് ഒന്നൊന്നര പെടലായി പോയല്ലോ. ഇന്ന് വരെ മറ്റുള്ളവർ വെച്ച് വിളമ്പിയത് കഴിക്കുന്നല്ലാതെ കണ്ടവർക്ക് വേണ്ടി വെച്ച് വിളമ്പേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. എല്ലാം എന്റെ ജാതകദോഷമായിരിക്കും. അയ്യോ, നടുവും മുതുകും കഴച്ചൊടിഞ്ഞേ. അയ്യോ, ഹലോ, എടാ മോനെ സന്ദീപേ, നീ എവിടാടാ? മോനെ, അമ്മയ്ക്ക് തീരെ വയ്യടാ. നീ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോവോ? എടാ, അമ്മയ്ക്ക് അത്യാവശ്യമായി വീട്ടിൽ ചെന്നൊന്ന് നടു നിവർത്തി കിടക്കണോടാ. അത്രയ്ക്ക് വയ്യടാ അമ്മയ്ക്ക്. അമ്മയ്ക്ക് അവിടെ എന്തായിരുന്നു ജോലി? അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നീ വേഗം ഒന്ന് വരാമോ? ഞാൻ ഇപ്പൊ വരാമേ. എന്റെ ദൈവമേ, ഇത് നേരത്താണോ തമ്പിയേട്ടന്റെ വാക്കും കേട്ട് ഈ ഒരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത്? ശ്രീകല പോകാൻ ഇറങ്ങിയോ? ഇനി എന്നെ ഒന്നിനും കൊള്ളില്ല മല്ലികെ. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു. എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ആ ഡിയുടെ മുമ്പിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ലേ? അതോർത്ത് ശ്രീകല സമാധാനിക്കേ. അതെ, സന്ദീപിനെ ഞാനിപ്പോ വിളിച്ചിരുന്നു. അവൻ ഉടനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന്. ഓട്ടോയും ടാക്സിയൊന്നും എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിന് ബസ്സുണ്ടല്ലോ. നീ നടന്നു. ഞാനേ മല്ലികയോട് അല്പം ഒന്ന് സംസാരിച്ചിട്ട് വന്നേക്കാം. എന്നെ കാത്തു നിക്കണ്ട, നീ പൊയ്ക്കോ. എന്റെ മോന്റെ കൂടെ കാറിൽ ഞെളിഞ്ഞു പോകാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇവള് കാറിൽ കയറി സുഖിക്കണ്ട. എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നതേ അവൾ ഒരൊറ്റ ഇരുത്തി കാരണം. അപ്പോ സന്ദീപ് വിളിക്കാൻ വരില്ലേ? അവൻ വരും. അവൻ എത്താറായെന്ന് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞതല്ലേ. അവളെ കാറിൽ കയറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ വരത്തില്ലെന്ന് കള്ളം പറഞ്ഞതാ. ശ്രീകലയുടെ ഒരു കാര്യം. അല്ല ശ്രീകലെ, സന്ദീപ് വരുന്നെങ്കിലേ അവൻ ആദ്യം ദേവൂട്ടിയല്ലേ കാണുന്നത്. നമ്മൾ തമ്മിൽ സംസാരിക്കാണെന്ന് പറഞ്ഞാ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി അവൻ ദേവൂട്ടിയും കൊണ്ട് കാറിലങ്ങ് പോയാലോ? അങ്ങനൊരു അബദ്ധം അതിലുണ്ടല്ലേ? എന്റെ മല്ലികെ, ഞാൻ അതൊട്ട് ഓർത്തതുമില്ല. മല്ലികെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാനെന്നാ അവന്റെ കൂടെ പോട്ടെ. കോടീശ്വരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല പിള്ളേർക്കും വച്ച് വിളമ്പാനായിരുന്നു ജാതകവശാൽ ശ്രീകലയുടെ ഒരു യോഗം. അനുഭവിക്കട്ടെ, കുറെ നെകളിച്ചതല്ലേ. എന്നെ കൊണ്ടുപോകാതെ ഇവന്റെ കൂടെ ഞെളിഞ്ഞിരുന്ന് പോകാന്ന് കരുതിയല്ലേടി? അമ്മയും ഉണ്ടായിരുന്നോ കൂടെ? ഞങ്ങള് രണ്ടുപേരും കൂടി വൈദ്യരെ കാണാൻ പോയതാ. നീ കേറ്. നീ പോയി ബാക്കിലെ സൈഡിൽ കേറ്. ദേവുട്ടി, മോള് ഫ്രണ്ടിലിരുന്നോ, ഞാൻ ബാക്കിലിരുന്നോളാം. കേറ് ദേവുട്ടി, സമയമില്ല. ചെന്നിട്ട് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അതെ, ഞാൻ ഫ്രണ്ടിൽ കയറാം. അത് വേണ്ട ശ്രീകലെ, ദേവൂട്ടി ഫ്രണ്ടിൽ കയറട്ടെ. അല്ലമ്മേ, ബാക്ക് സീറ്റിൽ ഇരുന്നാലേ എനിക്ക് ഛർദിക്കാൻ തോന്നും. തോന്നുന്നെങ്കിൽ തോന്നട്ടെ, എന്റെ മോളല്ലേ, അത് ഞാൻ സഹിച്ചോളാം. കേറ് മോളെ, കേറ്.
അമ്മേ ഛർദ്ദിക്കാൻ തോന്നുമ്പോഴേ ദേ ഇത് കഴിച്ചാൽ മതി. പിന്നെ പ്രോബ്ലം ഉണ്ടാവില്ല. എനിക്കൊന്നും വേണ്ട നിന്റെ ടാബ്ലറ്റ്. കൊണ്ടുപോയി നിന്റെ ഭാര്യയ്ക്ക് കൊടുക്ക്. ഭാര്യ ശ്രദ്ധിക്കാൻ സമയമായില്ലല്ലോ. സമയമാവുമ്പോ കൊടുത്താ പോരെ അമ്മേ? അത് കലക്കേടാ മോനെ. നീ എന്തിനാ ശ്രീകലെ ചുണ്ടയ്ക്കാ കൊടുത്ത് വഴുതനങ്ങ വാങ്ങിയത്? ആ ഇനി ഇതിന്റെ പേരിൽ അമ്മയും മോനും കൂടി തർക്കം വേണ്ട. നീ വണ്ടി എടുക്കടാ, നമുക്ക് പോവാം. അമ്മയ്ക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷായി മോളെ. മോളെ ഈ നിലയിൽ കാണാൻ എനിക്ക് സാധിച്ചല്ലോ. സാക്ഷാൽ മൂകാംബിക ദേവിയുടെ അനുഗ്രഹമാണത്. മോളുടെ കഴിവ് കൊണ്ട് വേണം സുകുമാരിയമ്മ ആഗ്രഹിച്ചതുപോലെ ഇനി ആ സ്കൂൾ ഉന്നതിയിലെത്താൻ. മോൾക്കത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ശരിയാ മോള് പറഞ്ഞത്. സുകുമാരിയമ്മയുടെ വലിയ മനസ്സാ മോളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്റെ മോളെ വിശ്വസിച്ച് ഇങ്ങനെ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നതിന് സുകുമാരിയമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താ അംബിക ഇത്? അംബിക എന്നോടല്ല, ഞാൻ അംബികയോടാ ഇതിന് നന്ദി പറയേണ്ടത്. സത്യത്തിൽ അംബിക ഒരാളാ ദേവൂട്ടിയെ സ്കൂളിന്റെ ചുമതല ഏൽപ്പിക്കാൻ കാരണക്കാരിയായത്. ഞാനോ? അതെ, അന്ന് രാത്രിയില് ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അംബിക ഒരു കാര്യം എന്നോട് പറഞ്ഞില്ലേ? മൂകാംബിക ദേവിയുടെ കടാക്ഷമുള്ളവളാ ദേവൂട്ടിയെന്ന്. വിദ്യ പകരുന്ന സ്ഥാപനത്തിന് അങ്ങനെ ഒരാൾ മേൽനോട്ടം വഹിച്ച നന്നായിരിക്കുമെന്ന്.